ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് കാണണ്ടേ? ഇന്ന് നമ്മളപ്പോൾ ചെറിയ ഒരു ഷോപ്പിങ്ങിന് വന്ന് കൊടുക്കാം കേട്ടോ. ഒന്നുമില്ല, നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സിലിക്കൺ ഒയാസിസിൽ സ്റ്റുഡിയോൻ്റെ പുതിയ ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്തായാലും സ്റ്റുഡിയോയിലേക്ക് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ സിലിക്കൺ മാളും നമ്മൾ കണ്ടിട്ടില്ല, അപ്പോൾ സിലിക്കൺ മാളും കാണാം. പിന്നെ ഇതെന്തായാലും പുതിയ ഷോറൂമാണല്ലോ, അപ്പോൾ ഇവിടെ ന്യൂ കളക്ഷൻസൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല അഫോർഡബിൾ പ്രൈസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല കളക്ഷനും ഉണ്ടായിരുന്നു. നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു, നിറയെ ഡ്രസ്സുകൾ. അപ്പോൾ കൂടുതലും വിൻ്റർ വെയേഴ്സ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ വിൻ്റർ സീസൺ ആയ കാരണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതും വിൻ്റർ വെയർ തന്നെ ആയിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വിൻ്റർ വെയേഴ്സാണ് എടുത്തത്. പിന്നെ ഞാൻ ഒരു കുർത്തിയാണ് എടുത്തത് കേട്ടോ. കുർത്തിയുടെ തന്നെ ഹ്യൂജ് കളക്ഷനായിരുന്നു. എത്രയായിരുന്നു എന്നറിയോ? അത്രയധികം കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ സാധാരണ കടകളിലൊന്നും ഇത്രയധികം കുർത്തീസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിറയെ ഉണ്ടായിരുന്നു. എനിക്ക് ഏതെടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനായിപ്പോയി, അത്ര അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കുർത്തിയാണ് മേടിച്ചത്. പിന്നെ ഇവിടെ ലേഡീസിനും ഇഷ്ടംപോലെ ഇതുപോലെ വിൻ്റർ വെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണ്, അങ്ങനെ നമ്മൾ അതാണ് മേടിച്ചത്. വിവിക്ക് പിന്നെ ഇവിടെ നിന്ന് ഡ്രസ്സൊന്നും കിട്ടിയില്ല കേട്ടോ. വിവി കുറേ നോക്കി നടന്ന് വിവി ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഡ്രസ്സ് മേടിച്ച് പോരാൻ നിൽക്കുമ്പോഴാണ് വിവി എന്നോടൊരു ചോദ്യം. നീ എന്താണ് എപ്പോഴും ഈ ഫ്ലാറ്റ് ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടക്കണേ, നിനക്ക് ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ടുകൂടെ എന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ഒരു ചോദ്യം കേട്ടതല്ലേ, നമ്മൾ ആ ഓഫർ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ ഒരു ഹീലുള്ള ചെരുപ്പങ്ങ് മേടിച്ചു കേട്ടോ. ഞാൻ പണ്ട് ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് നടന്നത്. പിന്നെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ കൂടിയപ്പോൾ ഫ്ലാറ്റായി മാറിയതാണ്. അപ്പോൾ പിന്നെ എന്തായാലും കിട്ടിയ ഓഫർ കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ വേഗം ഒരു ചെരുപ്പും മേടിച്ചു. അങ്ങനെ നമ്മുടെ അവിടുത്തെ ഷോപ്പിംഗ് അവസാനിച്ചു. നമ്മൾ ബില്ലൊക്കെ അടിച്ച് നമ്മളങ്ങനെ പുറത്തോട്ടിറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ടൈം ലിമിറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് മുന്നേ എടുത്ത് തീർക്കണം, എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം എന്നൊക്കെ. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത്ര വിചാരിച്ചത്ര സമയമൊന്നും എടുത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞു. പിന്നെ എനിക്ക് ഏത് ഡ്രസ്സ് വേണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് കുറച്ച് സമയം പോയത്. അത് പിന്നെ ഞാനൊന്ന് ട്രയൽ നോക്കിയപ്പോൾ കൺഫ്യൂഷനൊക്കെ ഓക്കെ ആയി, വേഗം തന്നെ തീരുമാനമായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പുറത്തിറങ്ങിയ കാരണം എന്നാൽ പിന്നെ മാളൊക്കെ ഒന്ന് നടന്ന് കാണാമെന്നുള്ള തീരുമാനിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോഴേക്കും വിവി വേറെ ഏതോ ഒരു കടയിലേക്ക് കയറിപ്പോണ് കണ്ടു. അപ്പോൾ ഏതാണ് കടയുടെ പേരൊന്നും ഞാൻ കണ്ടില്ല. ഞാനും പിന്നാലെ കയറിപ്പോന്നു. അപ്പോൾ അവിടെ കയറിപ്പോന്നപ്പോഴാണ് അവിടെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു സംഭവമാണല്ലോ, എന്നാൽ പിന്നെ ഞാനും ഒരെണ്ണം എടുത്താലോ എന്ന് വിചാരിച്ച് വിവി ജെൻസ് സെക്ഷനിലോട്ട് പോയപ്പോൾ ഞാൻ വേഗം ലേഡീസ് സെക്ഷനിലോട്ടൊന്ന് പോയി. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ നമുക്ക് പറ്റിയതൊന്നും ഇല്ല. അവിടെ ഈ കുട്ടി ട്രൗസറുകളും ബനിയനുകളും അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കൂടുതൽ വെസ്റ്റേൺ വെയർ ആയിരുന്നു. അപ്പം പിന്നെ ഞാൻ എന്നാ വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ വിവിയും അതേപോലെ തന്നെ തിരിച്ചു വരുന്നത് കണ്ടു. എന്ത് പറ്റി എടുക്കാണ്ട് പോന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ 2 എണ്ണത്തിൻ്റെ വിലയാണ് ഒരെണ്ണത്തിനെന്ന്. അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴുണ്ട് മുന്നിലിതാ ഒരു ട്രെയിൻ പോകുന്നു. വെറുതെ കുട്ടികളെ വാശി പിടിപ്പിക്കാൻ വേണ്ടി ഓരോരോ സാധനങ്ങളും ആളുകളിൽ ഉണ്ടാവുമല്ലോ. എൻ്റെ കുട്ടികളൊന്ന് വാശി പിടിക്കാൻ നോക്കി, പിന്നെ ഞാൻ അവരെ വേഗം ഡൈവേർട്ട് ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. എന്താ നമ്മുടെ ബാത്ത് ബോഡി വർക്ക്സ്, അവിടെയും വമ്പിച്ച ഓഫർ. ഓഫറിനൊന്നൊരു ക്ഷാമമില്ല എന്നുള്ളതാണ്. അപ്പം ഞാനവിടെ കുറച്ച് നേരം നോക്കി നിന്ന് വേഗം തന്നെ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവിടെ അതാ ഈദ് അൽ ഇത്തിഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനമൊക്കെ വെച്ചെടുക്കണേ. എന്നാൽ പിന്നെ എന്തായാലും അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെയും കഴിഞ്ഞ് അവിടെ നിന്നും നടന്ന് നീങ്ങി. പിന്നെ ഒരു മാളാവുമ്പോൾ കുറേ കടകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് അതാ അവിടെ കുറേ ബ്യൂട്ടി പ്രോഡക്റ്റ്സൊക്കെ. ഞാൻ പിന്നെ പണ്ടേ സുന്ദരിയായ കാരണം ഈ സാധനങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്യാൻ നിന്നില്ല. അപ്പോൾ അങ്ങോട്ട് നോക്കണ്ട ഇങ്ങോട്ട് തിരിയാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഉണ്ട് ഇവിടെ സ്റ്റാർബക്സ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴായിരുന്നു വിവി എന്നെ തിരിഞ്ഞു നോക്കി എന്തോ പറഞ്ഞു. അതെന്താണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് നടന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇപ്പുറത്തെ സൈഡിൽ ടോയ്സിൻ്റെ ഷോപ്പായിരുന്നു എന്ന്.
അപ്പം ഞാൻ വീഡിയോയുടെ അടുത്ത് വേഗം തന്നെ പറഞ്ഞു കുട്ടികളെ കണ്ണ് പൊത്തിക്കൊണ്ട് ഓടിപ്പോയിക്കോന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഷോപ്പൊക്കെ കാണാൻ കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, കുട്ടികളധികം വാശി പിടിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളതൊക്കെ കണ്ട് നല്ല നടന്ന് നീങ്ങി. അപ്പോഴാണ് വീവി അത് അവിടെ മാത്സ് കണ്ടത്. അപ്പോൾ ഇനി മാത്സിൽ കയറാമല്ലോ. അവിടെ ഒന്നും എടുക്കില്ല എന്ന് എനിക്കറിയാം. കാരണം ഞങ്ങളുടെ കൂടെ വരുമ്പോൾ മൂപ്പരല്ലെങ്കിൽ ഒന്നും എടുക്കാറില്ല, ഒറ്റയ്ക്ക് പോയിട്ടേ മേടിക്കാറുള്ളൂ. അന്നാലും ഞാൻ പിന്നെ വെറുതെ കൂടെ പോയി. അതേപോലെ തന്നെ അവിടെ കയറി ഒന്ന് വട്ടം തിരിഞ്ഞ് നടന്ന് ഇറങ്ങിപ്പോന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ബുക്ക് സ്റ്റാളൊക്കെ കണ്ടു കേട്ടോ. എന്നാൽ ബുക്സൊക്കെ ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് നോക്കിയപ്പോൾ ആകെ എന്തുണ്ടൊക്കെയോ ഇംഗ്ലീഷിൽ എഴുതി വെച്ചേക്കണം. അപ്പോൾ പിന്നെ ഞാൻ വലിയ മൈൻഡൊന്നും കൊടുക്കാൻ നിന്നില്ല. നമ്മളെന്തിനാണ് ഇംഗ്ലീഷ് ബുക്കുകളൊക്കെ നോക്കാതിരിക്കണത്. അപ്പോൾ പിന്നെ മെല്ലെ അവിടെ നിന്നും നടന്ന് നീങ്ങി. ബഹളം വയ്ക്കല്ല കുട്ടികളെ. ഹായ്, നല്ല ഭംഗി. ഇതെന്താ എന്തോ ഫ്ലവേഴ്സ് ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെയൊന്നും നമ്മൾ കയറാൻ നിന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നമ്മൾ സ്പ്ലാഷ് കണ്ടത്. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കയറിയപ്പോൾ എൻ്റെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എനിക്ക് അവിടെ നിന്ന് 1-2 ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണം മേടിച്ചെന്ന കാരണം ഇനിയില്ല എന്ന് വീവി പറഞ്ഞു. എന്നാൽ പിന്നെ വീവി എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് വേഗം തന്നെ തിരക്ക് കൂട്ടി ഇറങ്ങിയിട്ടാ. അപ്പോഴാണ് നമ്മളിവിടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് കണ്ടത്. അപ്പോൾ നമ്മളെന്തായാലും ലുലുവിൻ്റെ ഉള്ളിലൊന്ന് കയറിക്കറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ലുലുവിലേക്ക് കയറിപ്പോയിട്ടാ. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റാണ്, അതുകൊണ്ട് പിന്നെ ക്രിസ്മസ് സീസണായി കാരണം അതേ അവിടെ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് പൂപ്പന്മാർ, ക്രിസ്മസ് ട്രീസ്, അങ്ങനെ കുറേ ഡെക്കറേഷൻ ഐറ്റംസും അതൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ ഇല്ലാത്തതായിട്ടുള്ള സാധനങ്ങളില്ലല്ലോ. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് ആവശ്യമുള്ള ഏത് സാധനം വേണമെങ്കിലും അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ മെല്ലെ നടന്നു. അങ്ങനെ പിന്നെ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്നൊരു കേക്ക് മേടിച്ചു കിട്ടാം. അത് മാത്രമേ മേടിച്ചുള്ളൂ, വേറെ ഒന്നും മേടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോർ ലക്ഷ്യമാക്കി നടന്നു. ഇനി അവിടെ കൂടി കയറിയതും നടക്കാമല്ലോ. അങ്ങനെ അവിടെ കയറി നടന്നു. അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾക്ക് ഓരോ ഹുഡീസ് മേടിച്ചു കിട്ടാം. അപ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ വിശപ്പിൻ്റെ വിളി വന്ന കാരണം വേഗം തന്നെ ഷോപ്പിംഗ് നിർത്തി ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ വിശക്കുന്നത് കാരണം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ തന്നെയുള്ള ഫുഡ് കോർട്ടിൽ പോയിട്ടാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊരു ചെറിയ പിസ്സയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ നല്ല നമ്മുടെ ഷോപ്പിംഗ് നിർത്തി പുറത്തോട്ടിറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, സീ യു.